നമ്മുടെ നാട്ടിലെ തീരങ്ങളിലെല്ലാം വലിയ പരിസ്ഥിതി ആഘാത ആശങ്കയുണ്ടാക്കുന്നുണ്ട്. കൊച്ചിയിലെ പുറംകടലിൽ മുങ്ങിയ MSV എൽസ 3 എന്ന കപ്പൽ. ആ കപ്പലിലെ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നത് കാൽസ്യം കാർബൈഡ് മുതൽ തേങ്ങ വരെ എന്നാണ് ഇപ്പോൾ റിപ്പോർട്ട്. 643 കണ്ടെയ്നറുകളാണ് ആ കപ്പലിൽ ഉണ്ടായിരുന്നതെന്ന് സർക്കാർ പറയുമ്പോൾ 640 കണ്ടെയ്നറുകളിലെ വിവരങ്ങളാണ് ഇപ്പോൾ കപ്പൽ അധികൃതർ കൈമാറിയിട്ടുള്ളത്. പ്രശാന്ത് കൃഷ്ണൻ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നുണ്ട്. പ്രശാന്ത്, ഇത് അല്പസമയം മുൻപാണ് ഹൈക്കോടതി പറഞ്ഞത് എല്ലാ കാര്യങ്ങളും ജനങ്ങൾ അറിയണം, എന്തൊക്കെയുണ്ടായിരുന്നു, എത്രത്തോളം വലിയ ആഘാതം നമ്മുടെ പരിസ്ഥിതിക്ക് ഇത് ഉണ്ടാക്കുമെന്ന വിവരങ്ങൾ മുഴുവൻ ഓരോരുത്തരും അറിയണമെന്ന് കോടതി പറഞ്ഞു. ഈ കണ്ടെയ്നറുകളിനുള്ളിൽ എന്തൊക്കെയുണ്ട് എന്ന ഡീറ്റെയിൽസ് പറയും. ആര്യ, MSV എൽസ 3 ഈ കപ്പലിൽ ഉണ്ടായിരുന്നത് 643 കണ്ടെയ്നറുകളാണ്. പക്ഷേ സംസ്ഥാന സർക്കാരിന് കസ്റ്റംസ് വിഭാഗം കൈമാറിയിരിക്കുന്ന പട്ടികയിൽ 640 കണ്ടെയ്നറുകളിലെ വിവരങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൽ പ്രധാനമായും നേരത്തെ ആര്യ പറഞ്ഞതുപോലെ തന്നെ കാൽഷ്യം കാർബൈഡ് മുതൽ പോളിമർ, അസംസ്കൃത വസ്തുക്കൾ അടക്കമുള്ള സാധനങ്ങളാണുള്ളത്. അതിൽ 13 കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡ്, 13 ഞാൻ മനസ്സിലാക്കുന്നത് ലിസ്റ്റ് പ്രകാരമാണെങ്കിൽ 12 കണ്ടെയ്നറുകളിൽ കാൽഷ്യം കാർബൈഡാണ്. അതായത് ഇത് വെള്ളവുമായി ചേർന്ന് കഴിഞ്ഞാൽ അസത്തിൽ നിന്ന് കത്തുന്ന ദ്രാവകം ഉണ്ടാകും, അത് കത്തുന്ന സ്ഥിതി ഉണ്ടാകും. ഇതിൽ 8 എണ്ണം ഇപ്പോഴും കടലിൽ തന്നെയാണുള്ളത്. 7 എണ്ണം മാത്രമാണ് തീരത്ത് അടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കടലിലെ സസ്യ ജീവജാലങ്ങൾക്കും അതുപോലെ തന്നെ മനുഷ്യർക്കുമെല്ലാം തന്നെ ഹാനികരമാണ്. അത് ആ ഭീഷണി ഇപ്പോഴും നിലനിൽക്കുന്നു. 8 കണ്ടെയ്നറുകൾ കപ്പലിൽ തന്നെ ഉണ്ട്. 7 എണ്ണം നേരത്തെ ഞാൻ വിശദീകരിച്ചാണ്. 71 കണ്ടെയ്നറുകൾ കാലിയാണ്. 46 കണ്ടെയ്നറുകളിൽ തേങ്ങയും കശുവണ്ടിയുമാണ്. ഇതിന് പുറമെ 4 കണ്ടെയ്നറുകളിൽ ക്യാഷ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ കസ്റ്റംസ് വിഭാഗം വിശദീകരിച്ചത് ക്യാഷ് അല്ല, ക്യാഷിനെട്ടാണ് എന്നുള്ള മറ്റുള്ള വിശദീകരണം നടക്കുമ്പോഴും ഇത് സംബന്ധിച്ച വിശദമായ അന്വേഷണം നടക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വേറൊരു രാജ്യത്തിലേക്ക് വരുന്ന കണ്ടെയ്നറാണ്. 87 കണ്ടെയ്നറുകളിൽ തടിയാണ്. ഇതിൽ ചിലതാണ് നമ്മുടെ തീരത്ത് അടുത്തിട്ടുള്ളത്. 60 കണ്ടെയ്നറുകളിൽ പോളിമർ, അസംസ്കൃത വസ്തുക്കളാണ്. 39 കണ്ടെയ്നറുകളിൽ പഞ്ഞിയാണ്. ഇത്തരം വിവരങ്ങൾ പുറത്തു വരുമ്പോൾ നാളികേരം വലിയ തോതിൽ തന്നെ ഈ കണ്ടെയ്നറുകളിൽ ഉണ്ടായിരുന്നു. അതാണ് നമ്മുടെ തീരത്ത് പലർക്കും മത്സ്യബന്ധനത്തിന് പോയവർക്ക് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും കടലിൽ ഇപ്പോഴും മാലിന്യം, അതായത് കടലിൽ ജീവജാലങ്ങൾക്ക് ഹാനികരമാകുന്ന വസ്തുക്കൾ ഇപ്പോഴും കടലിൽ തന്നെ ഉണ്ട്. അതൊരു ഭീഷണിയായി തന്നെ നിലനിൽക്കുന്നു എന്നതാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ ഈ പട്ടികയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ശരി പ്രശാന്ത്.